അങ്കോല ദേശീയപാതയിലുണ്ടായ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനായുള്ള തിരച്ചിൽ അനിശ്ചിതത്വത്തിൽ. നിലവിൽ സ്കൂബ സംഘം മാത്രമേ ഷിരൂരിലുള്ളൂ. ലോറിയെ ശാസ്ത്രീയ അപഗ്രഥനങ്ങളിലൂടെ കണ്ടെത്താനെത്തിയ മലയാളിയായ റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രബാലന്റെ സംഘം അടക്കം മടങ്ങി. അർജുനും ട്രക്കും മുങ്ങിത്താണ ഗംഗാവലി പുഴയിൽ ഐബോർഡ് ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധനയിൽ 4ാമത്തെ സിഗ്നൽ ഇന്നലെ ലഭിച്ചത് പ്രതീക്ഷയേകുന്നതായിരുന്നു. പുഴയിൽ കരയിൽ നിന്ന് 60 മീറ്റർ മാറി രൂപം കൊണ്ട മൺതിട്ടയ്ക്കുള്ളിലാണ് സിഗ്നൽ കിട്ടിയത്. ഇതിനടിയിൽ ട്രക്കുണ്ടാകാമെന്നാണ് പുതിയ നിഗമനം. എന്നാൽ പുഴയിലെ കുത്തൊലിപ്പ് കാരണം രക്ഷാപ്രവർത്തനം അനിശ്ചിതത്വത്തിലായി. തെരച്ചിൽ ആരംഭിച്ച് 12 നാളുകൾ പിന്നിടുമ്പോൾ ഗംഗാവലി നദിയിലെ ശക്തമായ അടിയൊഴുക്കും പ്രതികൂല കാലാവസ്ഥയും രക്ഷാദൗത്യത്തിന് വെല്ലുവിളി ഉയർത്തുകയാണ്. നാവികസേനയുടെ മുങ്ങൽ വിദഗ്ധർ ഡിങ്കി ബോട്ടുകളുമായി പുഴയിലിറങ്ങിയെങ്കിലും ബോട്ടുകളെ തട്ടിത്തെറിപ്പിക്കാവുന്ന വിധത്തിലാണ് നദി കുത്തിയൊലിക്കുന്നത്. അടിയൊഴുക്ക് കുറയുന്നതുവരെ കാത്തിരിക്കണമെന്ന് അധികൃതർ അറിയിച്ചു. അർജുൻ ലോറിയിൽ ഇല്ലെന്നാണ് പ്രാഥമിക നിഗമനം. ഈ സാഹചര്യത്തിൽ കരുതലോടെ നീങ്ങാനാണ് തീരുമാനം. ബോട്ടുകൾ പുഴയിൽ നിലയുറപ്പിക്കാൻ കഴിയാത്ത സ്ഥിതിയാണ്. മുങ്ങൽ വിദഗ്ധരുടെ ജീവന് പോലും ഭീഷണിയാകുന്നത് മുൻനിർത്തിയാണ് ദൗത്യത്തിൽ കാലതാമസം നേരിടുന്നത്. വിദഗ്ധർക്കായി ഫ്ലോട്ടിംഗ് പ്രതലം ഉൾപ്പെടെ തയ്യാറാക്കാൻ ആലോചനയുണ്ടെങ്കിലും നിലവിൽ പുഴയിലെ സാഹചര്യം അതിന് അനുകൂലമല്ലെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു. അതുകൊണ്ടുതന്നെ നേവിയുടെ സ്കൂബ സംഘം കാത്തിരിക്കും. നദിയുടെ മധ്യഭാഗത്ത് രൂപപ്പെട്ട മൺകൂനയിൽ ലോറിയുണ്ടെന്നാണ് കണ്ടെത്തൽ. എന്നാൽ ഇവിടെ ഇറങ്ങി മുങ്ങി പരിശോധിക്കുന്നത് നിലവിലെ സാഹചര്യത്തിൽ പ്രായോഗികമല്ല. അതിനാൽ മറ്റ് പ്രായോഗികമായ വഴികൾ കണ്ടെത്താനുള്ള നീക്കത്തിലാണെന്നും അധികൃതർ വ്യക്തമാക്കി. അതേസമയം ഇന്നലെയും ഷിരൂരിലെ സമീപ പ്രദേശങ്ങളിൽ കനത്ത മഴയെ തുടർന്ന് മണ്ണിടിച്ചിലുണ്ടായി. ലഭിച്ചത് പ്രധാനപ്പെട്ട ഇമേജാണെന്ന് ഷിരൂരിൽ നിന്ന് ഡൽഹിയിലേക്ക് മടങ്ങിയ റിട്ടയർഡ് മേജർ ജനറൽ ഡോക്ടർ ഇന്ദ്രബാലൻ പറഞ്ഞു. ട്രക്കിന്റെ നീളം വരുന്ന ലോഹഭാഗമാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഉടൻ പുഴയിലിറങ്ങി അടിത്തട്ടിൽ പരിശോധന നടത്താൻ സാധ്യത കുറവാണ്. അടിയൊഴുക്ക് ഇന്നലെ 5.5 നോട്ട്സ് ആയിരുന്നു. ഇതൊരു 3.5 കുറഞ്ഞാൽ മാത്രമേ ദൗത്യസംഘത്തിന് പുഴയുടെ അടിത്തട്ടിൽ ഇറങ്ങാൻ സാധിക്കൂ. അർജുന്റെ ലോറിയുടെ സ്ഥാനം കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ ഒഴുക്ക് ശക്തമായതിനാൽ ലോറിയുടെ സ്ഥാനം മാറിക്കൊണ്ടിരിക്കുന്നു. ലോറിക്കുള്ളിൽ മനുഷ്യ സാന്നിധ്യം ഇല്ലെന്നാണ് പ്രാഥമിക നിഗമനം. തെർമൽ സ്കാനിങ്ങിൽ മനുഷ്യ സാന്നിധ്യം തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല. ലോറിക്കുള്ളിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ അർജുൻ ശക്തമായ ഒഴുക്കിൽപ്പെട്ടിരിക്കാം എന്നാണ് സൂചന. അതുകൊണ്ടുകൂടിയാണ് ദൗത്യം വൈകുന്നത്. അൽസലാമ ഐ ഹോസ്പിറ്റൽ 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി. ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ, എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ. അൽസലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.